Welcome to KAS Mentor, where your dream job is just another reality. നമസ്കാരം, KAS മെന്ററിലേക്ക് സ്വാഗതം. അടുത്തു വരുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സിന്റെ സെഷൻസ് നമ്മൾ ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരു സീരീസിലെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ നാഷണൽ, അതുപോലെ ഇന്റർനാഷണൽ, അതുപോലെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 2021 പീരീഡിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ PSCയുടെ പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില അപ്പോയിൻമെന്റ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് കേരളത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ പോലീസിന്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു പോലീസ് മ്യൂസിയം കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് മലപ്പുറമാണ്. മലപ്പുറത്താണ് നമ്മുടെ ഒരു പോലീസ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് പോലീസ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസിലെ ഒരു സ്പെഷ്യൽ വിഭാഗമാണ്. അപ്പോൾ ആ ഒരു മലബാർ സ്പെഷ്യൽ പോലീസ് അല്ലെങ്കിൽ MSPയുടെ 100th ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു പോലീസ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ലോഗോ എന്ന് പറയുന്നത്. ആൻഡ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്നാണ് ഫോം ചെയ്തത്? 1882 ഈ മലബാർ സ്പെഷ്യൽ പോലീസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഇനിഷ്യൽ നെയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? മലപ്പുറം സ്പെഷ്യൽ പോലീസ് എന്നാണ് ഇതിന്റെ ഇനീഷ്യൽ നെയിം എന്ന് പറയുന്നത്, മലപ്പുറം സ്പെഷ്യൽ പോലീസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മലപ്പുറം സ്പെഷ്യൽ പോലീസ് അല്ലെങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ 100th ആനിവേഴ്സറിയോടനുബന്ധിച്ചിട്ടാണ് നമ്മളൊരു പോലീസ് മ്യൂസിയം മലപ്പുറത്ത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തതെന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ മെന്റൽ, ഫിസിക്കൽ എബിലിറ്റി, അതുപോലെ അവരുടെ സ്പോർട്സ്മാൻഷിപ്പ് ഒക്കെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം ഏതാണ് എന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്ലേ ഫോർ ഹെൽത്ത് എന്നുള്ള സ്കീമാണ്, അല്ലെങ്കിൽ പ്രോഗ്രാമാണ്. ഓക്കെ, പ്ലേ ഫോർ ഹെൽത്ത് കൊണ്ട് ഗവൺമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യാർത്ഥികൾക്കിടയിൽ അവരുടെ മെന്റൽ, ഫിസിക്കൽ എബിലിറ്റി, അതുപോലെ അവരുടെ സ്പോർട്സ്മാൻഷിപ്പ് എൻഹാൻസ് ചെയ്യാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലേ ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്കീം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഏത് പ്രമുഖ വ്യക്തിയാണ് അപ്പോയിന്റ് ചെയ്തത്? ഓക്കെ, ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? മോഹൻലാലിനെയാണ് കേരള ഗവൺമെന്റ് അവരുടെ ഒരു ട്യൂബർകുലോസിസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെപ്പറ്റി അറിയേണ്ട കുറച്ച് ഫാക്ട്സ് എന്ന് പറയുന്നത്, ഇനി ഒരു TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം ആണ് നമ്മൾ പറഞ്ഞു. ഇനി ആ പ്രോഗ്രാമിന്റെ പേരെന്താണ്? ആ പ്രോഗ്രാമിന്റെ പേരാണ് മൈ ട്യൂബർകുലോസിസ് ഫ്രീ കേരള എന്ന് പറയുന്നത് ആണ് ഈ ഒരു പർട്ടിക്കുലർ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിന്റെ പേരാണ് മൈ ട്യൂബർകുലോസിസ് ഫ്രീ കേരള. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്താണ്? 2025 കേരളത്തിൽ നിന്ന് TB എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു കാര്യത്തെപ്പറ്റി റീസെന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന്റെ അക്ഷയ കേരളം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. ഈ അക്ഷയ കേരളം എന്ന് പറയുന്ന പ്രോജക്റ്റിനെ സെൻട്രൽ ഗവൺമെന്റ് ബെസ്റ്റ് മോഡൽ ഓഫ് പബ്ലിക് ഹെൽത്ത് ആയിട്ട് അംഗീകരിച്ചു, അല്ലെങ്കിൽ അതിനൊരു റെക്കഗ്നീഷൻ കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അക്ഷയ കേരളം എന്ന് പറയുന്ന പ്രോജക്റ്റ്? അക്ഷയ കേരളം എന്ന് പറയുന്നതും നമ്മുടെ TB ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അക്ഷയ കേരളം പ്രോജക്റ്റ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിനെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ബെസ്റ്റ് മോഡൽ ഓഫ് പബ്ലിക് ഹെൽത്ത് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങളാണ് നമുക്കിവിടെ ഓർത്തിരിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അതായത് ഈ മൈ ട്യൂബർകുലോസിസ് ഫ്രീ കേരള എന്ന് പറയുന്ന TB ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഗുഡ്വിൽ അംബാസഡറായിട്ട് കേരള ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആക്ടർ മോഹൻലാലിനെയാണ്. ആൻഡ് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു ഇറാഡിക്കേറ്റ് TB ഫ്രം കേരള ബൈ 2025.
ഓക്കെ, അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് ഏത് സ്കീമിനെയാണ് ഒരു ബെസ്റ്റ് മോഡൽ ഓഫ് പബ്ലിക് ഹെൽത്ത് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്? ആ സ്കീമിൻ്റെ പേരാണ് അക്ഷയ കേരളം പ്രോജക്റ്റ്. അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സുഗതകുമാരി അറിയാം അല്ലേ? അപ്പോൾ ഈ സുഗതകുമാരി ഈ അടുത്ത് അന്തരിച്ചു നമുക്കറിയാം. അപ്പോൾ സുഗതകുമാരിയുടെ കോമമറേഷന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നാട്ടുമാന്തോപ്പുകൾ. ഓക്കെ, നാട്ടുമാന്തോപ്പുകൾ. അപ്പോൾ അതാണ് ഈ ഒരു അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ സുഗതകുമാരിയുടെ കോമമറേഷന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാം, ആ ഒരു ആരുടെ കോമമറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്ന ആ ഒരു പേര് ഓർത്തിരിക്കുക. ഇനി ഇത് ആരുടെ പേരിലാണ് ഇന്നുകൂടെ ഓർത്തിരിക്കുക. ഓക്കെ, സുഗതകുമാരിയുടെ പേരിലാണ്. അപ്പോൾ നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്ന ഈ ഒരു പേര് ഓർത്തിരിക്കുക. അത് ആരുടെ കൊമമറേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് ഓർത്തിരിക്കുക. ആരുടെ കൊമമറേഷനാണ്? സുഗതകുമാരിയുടെ കൊമമറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നാട്ടുമാന്തോപ്പുകൾ എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവ് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം കേരളത്തിലാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമ്മുടെ ചോദ്യം, കേരളത്തിലെ ഏത് ജില്ലയിലാണ് ഈ പറയുന്ന ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ആലപ്പുഴയിലാണ്. എന്തുകൊണ്ട് ആലപ്പുഴ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ മ്യൂസിയമാണ്, ഇന്ത്യാസ് ഫസ്റ്റ് ആണ്. ഓക്കെ, ഇന്ത്യാസ് ഫസ്റ്റ് ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം എന്ന് പറയുന്നത് എവിടെയാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ആലപ്പുഴയിലാണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തിനാണ് ആലപ്പുഴയിൽ ഈ ഒരു ലേബർ മ്യൂസിയം സെറ്റപ്പ് ചെയ്യുന്നത്? ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഏതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലേബർ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ അതെന്നാണ് ഫോം ചെയ്യുന്നത്? 1922 ഫോം ചെയ്ത ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേബർ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ആരാണ് ഫോം ചെയ്യുന്നത്? അന്നത്തെ കയർ ഫാക്ടറി വർക്കേഴ്സാണ് ഈ ഒരു ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോമമറേഷന് വേണ്ടിയിട്ടാണ് ഈ ആലപ്പുഴയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ലേബർ മൂവ്മെൻറ്റ് മ്യൂസിയം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അടുത്തത് അഴിമതിയെപ്പറ്റി അധികാരികൾക്ക് അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അഴിമതിയെപ്പറ്റി വിവരം നൽകുന്നതിന് വേണ്ടി, അതായത് അധികാരികളിലേക്ക് അഴിമതിയെപ്പറ്റിയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അങ്ങനെ അഴിമതിയെപ്പറ്റി ഉള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്ന ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്താണ്? ഓക്കെ, ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് അഴിമതി മുക്ത കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി മുക്ത കേരളം എന്ന് പറയുന്നത് എന്താണ്? ആ പേര് ഇറ്റ് സെൽഫ് പറയുന്ന പോലെ തന്നെ ഒരു വിസിൽ ബ്ലോയിങ് ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക്, അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കറപ്ഷനെ പറ്റി നമുക്ക് അധികാരികളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ അഴിമതി മുക്ത കേരളം. ആ ഒരു ഇനിഷ്യേറ്റീവിനെയാണ് നമ്മൾ അഴിമതി മുക്ത കേരളം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കീം അഴിമതി മുക്ത കേരളം എന്ന് പറയുന്ന സ്കീം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അഴിമതി മുക്ത കേരളം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള അസംബ്ലിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് സ്പീച്ച് ഡെലിവർ ചെയ്തത് ആരാണ്? അല്ലെങ്കിൽ ആ ഒരു സ്പീച്ച് നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നേരത്തെ ധനകാര്യ മന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് നമ്മുടെ കേരള അസംബ്ലിയിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് സ്പീച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് സ്പീച്ച് എന്നായിരുന്നു? 15 ജനുവരി 2021 ആ ഒരു ബഡ്ജറ്റ് സ്പീച്ച് തോമസ് ഐസക് നടത്തിയത്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours and 17 minutes ആയിരുന്നു. ഇനി നമ്മുടെ ബഡ്ജറ്റിനെ പറ്റിയുള്ള കുറേ ബേസിക് വിവരങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഷോർട്ടസ്റ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആരാണ് അവതരിപ്പിച്ചത്? EK നയനാറാണ്. എന്നാണ്? 1987 മാർച്ച് 28 നമ്മുടെ കേരള അസംബ്ലിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് സ്പീച്ച് നടന്നത്. ഓക്കെ, ആരാണ് അവതരിപ്പിച്ചത്? EK നയനാറാണ് അവതരിപ്പിച്ചത്. ഇനി ഫസ്റ്റ് ബഡ്ജറ്റ് ഇൻ കേരള ആരാണ് അവതരിപ്പിച്ചത്? C അച്യുതമേനോനാണ്. C അച്യുതമേനോൻ എന്നാണത് ഡെലിവർ ചെയ്തത്? 1957 ജൂൺ 7 അത് കേരളത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് സ്പീച്ച് അവതരിപ്പിക്കപ്പെട്ടത്. ഓക്കെ, അടുത്തത് നമ്മുടെ കേരള അസംബ്ലിയിലെ മോസ്റ്റ് നമ്പർ ഓഫ് ബഡ്ജറ്റ്സ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് KM മാണിയാണ്. അന്തരിച്ച നമ്മുടെ ഫോർമർ മിനിസ്റ്റർ ആയിരുന്ന KM മാണിയാണ് ഏറ്റവും കൂടുതൽ തവണ കേരള അസംബ്ലിയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഏറ്റവും പുതിയ ഫിനാൻസ് മിനിസ്റ്ററുടെ പേരെന്താണ്?
KN ബാലഗോപാൽ. ഓക്കെ, KN ബാലഗോപാലാണ് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഏത് ഇനിഷ്യേറ്റീവിൻ്റെ കീഴിലാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്റ്റർ കറൻ്റ്ലി 100 ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് അവർക്കൊരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉത്തരവിട്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കറിയാം ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് അത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്കീമിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ആ സ്കീമിൻ്റെ പേരാണ് സമന്വയ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് സ്കീമാണ്. സമന്വയ എന്നുള്ളതാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം. അതിൻ്റെ പേര് സമന്വയ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സമന്വയ എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്, എ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഓഫ് ട്രാൻസ്ജെൻഡർ പേഴ്സൺ. ഇതാണ് ഈ ഒരു സ്കീമിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? കേരള സ്റ്റേറ്റ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റിയും കൂടെ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ KSLMയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സമന്വയ എന്ന് പറയുന്ന പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്കീമിനെ പറ്റി പറയാനുള്ളത്. അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നതും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ്. എന്താണ്? മൈഗ്രൻ്റ് വർക്കേഴ്സിന്, അതൊക്കെ നമ്മുടെ നാട്ടിലെ അതിഥി തൊഴിലാളികൾക്ക് അവർക്കൊരു സേഫ് അക്കോമഡേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമ്മുടെ കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആ പദ്ധതിയുടെ പേരാണ് ആലയ്. അപ്പോൾ ആലയം എന്ന് പറയുന്ന പദ്ധതി അല്ലെങ്കിൽ ആലയ് എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മുടെ മൈഗ്രൻ്റ് വർക്കേഴ്സിന് വേണ്ടിയിട്ട് അവർക്കൊരു സേഫ് അക്കോമഡേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ കേരള ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ആലയ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഏത് ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ അടുത്ത് എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചത്? ഓക്കെ, നമ്മുടെ ഏത് ടൈഗർ റിസർവിൻ്റെ ഒരു പെർട്ടിക്കുലർ പാർട്ടാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റീസെൻ്റ്ലി ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചത്? ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്. പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒരു പാർട്ടിനെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കേരള റീസെൻ്റ്ലി ഒരു എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, പറമ്പിക്കുളം ടൈഗർ റിസർവ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 1973 ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ഒരു ഹ്യൂമൻ മിൽക്ക് ബാങ്ക്. ഓക്കെ, നമുക്കറിയാം എന്താണ് ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എന്ന്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? എറണാകുളത്ത് അല്ലെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. എറണാകുളത്ത് അല്ലെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് എറണാകുളം. ഓക്കെ, അപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഏത് പ്രമുഖ വ്യക്തിയുടെ വസതിയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വീടാണ് കേരള ഗവൺമെൻറ് റീസെൻ്റ്ലി ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്? ഓക്കെ, ആരാണ് ആ പേഴ്സണാലിറ്റി? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? സുഗതകുമാരി. സുഗതകുമാരിയുടെ വാഴവേലിൽ തറവാട് എന്ന് പറയുന്ന വീടാണ് കേരള ഗവൺമെൻറ് ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് ഈ അടുത്ത് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ തറവാടിൻ്റെ പേര് ഓർത്തിരിക്കുക, വാഴവേലിൽ തറവാട്. അപ്പോൾ അത് ആരുടെ തറവാടാണെങ്കിൽ ആരുടെ വീടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സുഗതകുമാരി. ഓക്കെ, അപ്പോൾ അത് കേരള ഗവൺമെൻറ് ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് റീസെൻ്റ്ലി പ്രഖ്യാപിച്ചു. സുഗതകുമാരിയുടെ വാഴവേലിൽ തറവാട് എന്ന് പറയുന്ന അവരുടെ വസതി കേരള ഗവൺമെൻറ് ഒരു പ്രൊട്ടക്റ്റഡ് മോണുമെൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റീസെൻ്റ്ലി നമ്മുടെ കേരള ഗവൺമെൻറ് 15 വർക്കേഴ്സിന് ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്തു. അതായത് വളരെ പ്രൈവറ്റ് മേഖലയിൽ, അത് വളരെ സാധാരണ മേഖലകളിൽ ജോലി ചെയ്യുന്ന, അതായത് തെങ്ങുകയറ്റം, കള്ളുചെത്ത് പോലെയുള്ള മേഖലകളിൽ, നമ്മുടെ പരമ്പരാഗത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന 15 ആളുകൾക്ക് കേരള ഗവൺമെൻറ് ഒരു അവാർഡ് നൽകിയിരുന്നു. അപ്പോൾ ആ ഒരു അവാർഡിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആ ഒരു അവാർഡിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അവാർഡിൻ്റെ പേരാണ് തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ്. ഓക്കെ, അതിൽ എത്ര വർക്കേഴ്സിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്? 15 വർക്കേഴ്സിനാണ് ഈ ഒരു തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അത് കേരള ഗവൺമെൻറ് ഒരു വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ഈ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് എന്നാണ് ഈ ഒരു അവാർഡിൻ്റെ പേര്. അത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള 15 വർക്കേഴ്സിനാണ് നമ്മുടെ ഗവൺമെൻറ് ഈ ഒരു അവാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആരാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? ലേബർ മിനിസ്ട്രിയാണ്. കേരള സ്റ്റേറ്റ് ലേബർ മിനിസ്ട്രിയാണ് ഈ ഒരു തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് കേരളത്തിൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? അങ്ങനെ ചോദിച്ചാൽ അട്ടപ്പാടിയാണ്. പാലക്കാട്
അട്ടപ്പാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് സെറ്റപ്പ് ചെയ്യപ്പെടുന്നത്. അതുപോലെ കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78 കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം. അപ്പോൾ ഇത് മറന്നു പോകരുത്. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ താലൂക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? പാലക്കാട് അട്ടപ്പാടിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. അടുത്തത് ക്ഷീര കർഷകരുടെയും അവരുടെ ഫാമിലിയുടെയും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള സ്റ്റേറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്താണ്? ആ ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്ന് പറയുന്നത് ക്ഷീരസാന്ത്വനം എന്നുള്ളതാണ്. ക്ഷീരസാന്ത്വനം എന്നുള്ളതാണ് ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു ക്ഷീരസാന്ത്വനം പ്രോഗ്രാം ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്? നമ്മുടെ ക്ഷീര കർഷകരുടെയും അവരുടെ ഫാമിലിയുടെയും സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ക്ഷീരസാന്ത്വനം എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ അത് എന്താണ്? ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്. അത് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2019-20 പീരീഡിലെ ബെസ്റ്റ് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി. ഈ സ്വരാജ് ട്രോഫി ഏത് പഞ്ചായത്തിനാണ് ലഭിച്ചിരിക്കുന്നത്? ഓക്കെ, ഏത് പഞ്ചായത്താണ് 2019-20 പീരീഡിലെ ഏറ്റവും ബെസ്റ്റ് പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് ആ ഒരു സ്വരാജ് ട്രോഫിക്ക് അർഹരായി മാറിയതെന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ്: പാപ്പിനിശ്ശേരി പഞ്ചായത്താണ്. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് എവിടെയാണ്? കണ്ണൂരിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്താണ് 2019-20 ബെസ്റ്റ് പഞ്ചായത്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വരാജ് ട്രോഫി ഓക്കെ അപ്പം ഈ ഒരു സ്വരാജ് ട്രോഫിക്ക് 2019-20 പീരീഡിൽ അർഹരായിരിക്കുന്നത് ഈ പാപ്പിനിശ്ശേരി പഞ്ചായത്താണ്. അപ്പോൾ കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന ഒരു അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു റെക്കഗ്നീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? സ്വരാജ് ട്രോഫിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പാപ്പിനിശ്ശേരി പഞ്ചായത്ത് എന്നുള്ള ആ ഒരു പേര് ഓർത്തിരിക്കുക. അത് ഏത് ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞ പഞ്ചായത്താണ് 2019-20 ഓക്കെ 2019-20 മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കൊല്ലം മുഖത്തലയാണ് ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് മികച്ച ഡിസ്ട്രിക്ട് പഞ്ചായത്തായിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്? കണ്ണൂരിലെ പാപ്പിനിശ്ശേരി പഞ്ചായത്താണ്. ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കൊല്ലം മുഖത്തലയാണ് ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് എവിടെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്? ഒറ്റപ്പാലത്താണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റപ്പാലത്തെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്ക് സെറ്റപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഇന്ത്യ ആണ്, നോട്ട് ഇൻ കേരള, ഫസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫൻസ് പാർക്കാണ് ഒറ്റപ്പാലം കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പേരാണ് ഒരു ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 കോടി രൂപയാണ് അതിൻ്റെ ചിലവായിട്ട് ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 100 കോടി രൂപ ചിലവിൽ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ പ്രോഗ്രാമിൻ്റെ പേരാണ് ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാം ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? നമ്മുടെ ടൂറിസം മിനിസ്റ്റർ ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ. ഓക്കെ, ആ സമയത്ത് ടൂറിസം മിനിസ്റ്റർ ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് ഈ ഒരു ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന ഒരു ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റിന് കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ട്രാവൻകൂർ കിങ്ഡത്തിൻ്റെ ആ ഒരു കൾച്ചറൽ റിച്ച്നെസ്, അതുപോലെ ആ ഒരു കിങ്ഡത്തിൻ്റെ ലെഗസി എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ട്രാവൻകൂർ കിങ്ഡവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു പേര് ട്രാവൻകൂർ ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ആ ഒരു പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് കേരളത്തിൽ എല്ലായിടത്തും ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്താണ്? ഓക്കെ, ആ ഒരു ഹൈസ്പീഡ് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവാണ് K-Phone എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് K-Phone. അപ്പോൾ ആരാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? ചീഫ് മിനിസ്റ്ററാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് നമുക്ക് K-Phone എന്ന് പറയുന്ന എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് K-Phone.
ഓക്കെ, അത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഇപ്പം നമുക്കറിയാം, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാം K-Phone പറ്റി. അപ്പോൾ K-Phone എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ K-Phone എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ പേരിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോമമറേഷന് വേണ്ടിയിട്ട് ഒരു ഫോറിൻ ലാംഗ്വേജ് സെൻറ്ററും അതുപോലെ സുഗതകുമാരിയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മൃതി വനവും സ്ഥാപിച്ചത്? ഓക്കെ, അത് കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ് ഈ ഒരു ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ ഫോർ ദ കൊമമറേഷൻ ഓഫ് ഡോക്ടർ അയ്യപ്പ പണിക്കർ, അതുപോലെ ഒരു സ്മൃതിവനം എന്തിനാണ് സുഗതകുമാരി ടീച്ചറിൻ്റെ ആ ഒരു റിമെമ്പറൻസിന് വേണ്ടിയിട്ട് ഒരു സ്മൃതി വനവും സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കേരള യൂണിവേഴ്സിറ്റിയിലാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ് അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് സ്റ്റേറ്റാണ് 6ാമത് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് കാറ്റഗറിയിൽ ഒരു ഗോൾഡൻ അവാർഡ് സ്വന്തമാക്കിയത്? ഓക്കെ, ഏത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് 6ാമത് ഇന്ത്യൻ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് കാറ്റഗറിയിൽ ഒരു ഗോൾഡൻ അവാർഡ് സ്വന്തമാക്കിയത്? ഓക്കെ, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഗോൾഡൻ അവാർഡാണ്. ഏത് കാറ്റഗറിയിലാണ്? ബെസ്റ്റ് ഫ്യൂച്ചർ ഫോർവേഡ് കാറ്റഗറിയിലാണ് നമ്മളൊരു ഒരു ഗോൾഡൻ അവാർഡ് കേരള ഗവൺമെൻറ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, നമ്മുടെ കേരളത്തിലെ ഏത് സ്ഥലത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കൾച്ചറൽ കോംപ്ലക്സ് ആരുടെ പേരിലാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു കൾച്ചറൽ കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് കേരളത്തിൽ എവിടെയാണ്? ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എവിടെയാണ്? ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം. ഓക്കെ, ഇനി കൊല്ലത്ത് ആശ്രാമം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പറയുന്ന ഒരു കൾച്ചറൽ കോംപ്ലക്സ് ആരുടെ പേരിലാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു കൾച്ചറൽ കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, കൊല്ലം ആശ്രാമം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഥലം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ആരുടെ പേരിലാണ് ഈ കൾച്ചറൽ കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്റ്റാണ്. അപ്പോൾ അത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലാണെന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ കൊല്ലം ആശ്രാമത്താണ് ഒരു കൾച്ചറൽ കോംപ്ലക്സ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ലോക്കൽ വെതർ റിലേറ്റഡ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനാണ്? ലോക്കൽ വെതർ റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് ഈ ഒരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് ഈ ഒരു സംവിധാനം സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിൽ മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ് ആരാണ്? അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അനന്യ കുമാരിയാണ്. ഓക്കെ, അനന്യ കുമാരിയാണ് നമ്മുടെ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അവർ മത്സരിച്ചത്? വേങ്ങര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അല്ലേ? മലപ്പുറത്തെ വേങ്ങര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് അനന്യകുമാരി നമ്മുടെ ഈ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് മത്സരിച്ചത്. ഓക്കെ, നമുക്ക് അനന്യകുമാരിയെ നമുക്ക് പരിചയമുണ്ട്. ഈ അടുത്ത് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ഈ അടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണാണ്. ഓക്കെ, അപ്പോൾ ആ അനന്യകുമാരി തന്നെയാണിത്. മലപ്പുറത്തെ വേങ്ങര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നാണ് മത്സരിച്ചപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൃത്യമായിട്ട് അനന്യകുമാരി ആണെന്ന് തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഓക്കെ, ഇതൊരു ക്യാമ്പയിനാണ്. അപ്പോൾ എന്തിനാണ്? കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? ടു അട്രാക്ട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ആ ക്യാമ്പയിൻ്റെ പേരെന്താണ്? ആ ക്യാമ്പയിൻ്റെ പേരാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മൈ ഫസ്റ്റ് ട്രിപ്പ്. ഓക്കെ, അതൊരു കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്യാമ്പയിനാണ്. എന്തിനാണ്? ടു അട്രാക്ട് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ്. നമ്മുടെ കേരളത്തിലേക്ക് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാമ്പിൻ്റെ പേരാണ് മൈ ഫസ്റ്റ് ട്രിപ്പ് എന്നുള്ളത്. ഓക്കെ,
അടുത്ത കറണ്ട് അഫയർ എന്ന് പറയുന്നതും കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, നമ്മുടെ കേരള സ്റ്റേറ്റ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും കൂടെ ചേർന്നിട്ട് ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് സ്ത്രീകൾക്ക് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ജോയിന്റ് ഇനിഷ്യേറ്റീവ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രക്ഷാദൂതാണ്. ഓക്കെ, ഈ ഒരു സ്കീം ഒരു ജോയിന്റ് ഇനിഷ്യേറ്റീവ് ആണ്. രണ്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ചേർന്നിട്ടാണ് ഈ ഒരു രക്ഷാദൂത് എന്ന് പറയുന്ന പദ്ധതി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രക്ഷാദൂത് എന്ന് പറയുമ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണെന്ന് ഓർത്തിരിക്കുക. അത് കൃത്യമായിട്ടും ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ വുമൺ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ ലീഡർഷിപ്പിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുന്നത് പഠന ലിഖന അഭിയാൻ എന്നുള്ളതാണ്. ഓക്കെ, പഠന ലിഖന അഭിയാൻ. അപ്പോൾ പഠന ലിഖന അഭിയാൻ എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ലിറ്ററസി മിഷൻ ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ലിറ്ററസി മിഷനാണ് ഈ പഠന ലിഖന അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് കേരളത്തിലെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ ലീഡർഷിപ്പിലാണ് സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കീമിന്റെ പേരാണ് പഠന ലിഖന അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ആ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പഠന ലിഖന അഭിയാനിന്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? 2030 കൂടി ടോട്ടൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഓൾ വുമൺ പാസ്പോർട്ട് സേവാ കേന്ദ്ര എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതായത് എല്ലാ പൊസിഷനിലും സ്ത്രീകൾ മാത്രമുള്ള കേരളത്തിലെ ആദ്യത്തെ ഓൾ വുമൺ പാസ്പോർട്ട് സേവാ കേന്ദ്ര കേരളത്തിൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയാണ്. എറണാകുളത്തെ തൃപ്പൂണിത്തുറ പാസ്പോർട്ട് സേവാ കേന്ദ്രയാണ് കേരളത്തിലെ ആദ്യത്തെ ഓൾ വുമൺ പാസ്പോർട്ട് സേവാ കേന്ദ്ര എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത ഒരു കറണ്ട് അഫയർ എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആനകളെ തുരത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ പേരാണ് ആനയ്ക്കെതിരെ തേനീച്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ്. എന്തിനാണ്? ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന ആനകളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് ആനയ്ക്കെതിരെ തേനീച്ച എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അവസാനത്തെ ഒരു കറണ്ട് അഫയർ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ചോദ്യം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മാസ് വാക്സിനേഷൻ ഡ്രൈവ്, ആ ഒരു മാസ് വാക്സിനേഷൻ ഡ്രൈവിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ക്രഷിംഗ് ദ കർവ് എന്നുള്ളതാണ്. ഓക്കെ, ക്രഷിംഗ് ദ കർവ് എന്നുള്ളതാണ് നമ്മുടെ ഒരു മാസ് വാക്സിനേഷൻ ഡ്രൈവിന്റെ പേരാണ് ലോഞ്ച്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഹെൽത്ത് മിനിസ്ട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേരള എന്ന് പറയുന്ന സെഷൻ അല്ലെങ്കിൽ കേരളത്തെ പറ്റി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഈ പറഞ്ഞ 2021 ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇപ്പോൾ കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റ് ആയിട്ട് ജോ ബൈഡൻ അധികാരം ഏറ്റെടുത്തു അല്ലെ. ഓക്കെ, അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 46ാമത്തെ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ആരെയാണ് ജോ ബൈഡൻ ഡിഫീറ്റ് ചെയ്തത്? ഡൊണാൾഡ് ട്രംപിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. ആൻഡ് അമേരിക്കയിലെ ഇലക്ഷൻ ഓരോ 4 വർഷം കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ പോലെയല്ല, 4 വർഷം കൂടുമ്പോഴാണ് അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് എത്രാമത്തെയാണ്? 59ാമത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആയിരുന്നു. 59ാമത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ആണ് അമേരിക്കയിൽ ഈ അടുത്ത് നടന്നത്. ഓക്കെ, ഇനി USA എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ, അതായത് 2 വിഭാഗങ്ങളുള്ള ഒരു ലെജിസ്ലേച്ചർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബൈക്യാമറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കയിൽ ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് എന്നാണ്. അപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ 2 ഭാഗങ്ങളുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ സെനറ്റും. അപ്പോൾ ഈ 2 ഭാഗങ്ങളെ ചേർത്തിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ USA എന്ന് പറയുന്നത് ഒരു ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ആണ്. ഓക്കെ, അപ്പോൾ ജോ ബൈഡൻ അമേരിക്കയുടെ 46ാമത് പ്രസിഡന്റായിട്ടാണ് ഇപ്പോൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ,
അടുത്ത ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഈ അടുത്ത് പോർച്ചുഗലിന്റെ പ്രസിഡന്റ് ആയിട്ട്, ഓക്കെ, പോർച്ചുഗലിന്റെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ എലക്ട് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് മാർസലോ റെബലോ ഡിസൂസ. ഓക്കെ, മാർസലോ റെബലോ ഡിസൂസയാണ് നമ്മുടെ പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പോർച്ചുഗൽ എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഐബീരിയൻ പെനിൻസുലയിലാണ് പോർച്ചുഗൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ഈ ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നത് എവിടെയാണ്? സൗത്ത് വെസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗമാണ് ഈ ഐബീരിയൻ പെനിൻസുല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഐബീരിയൻ പെനിൻസുലയിൽപ്പെട്ട ഒരു രാജ്യമാണ് ഈ പോർച്ചുഗൽ എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് മാർസലോ റെബലോ ഡിസൂസ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഏത് പ്രമുഖ വ്യക്തിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് കീഴിലുള്ള ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിലിന്റെ എക്സ്പേർട്ട് പാനലിന്റെ ഒരു മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ഓക്കെ, ഏത് പ്രമുഖ വ്യക്തിയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിലുള്ള ഒരു കൗൺസിലാണ് ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്? അപ്പോൾ ഈ കൗൺസിലിന്റെ ഒരു എക്സ്പേർട്ട് പാനൽ മെമ്പറായിട്ട് ഏത് പ്രമുഖ വ്യക്തിയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം MA യൂസഫ് അലിയാണ്. ഓക്കെ, MA യൂസഫ് അലിയാണ് ഒരു എക്സ്പേർട്ട് പാനൽ മെമ്പറായിട്ട്. എന്തിന്റെ എക്സ്പേർട്ട് പാനൽ മെമ്പറാണ്? ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ. ഓക്കെ, ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിലിന്റെ എക്സ്പേർട്ട് പാനൽ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രിയാണ് ഈ ഇന്ത്യൻ സെന്റർ ഫോർ മൈഗ്രേഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പേർട്ട് പാനൽ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ്? മലയാളിയായ MA യൂസഫ് അലിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ ആണ് അമേരിക്കയുടെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ഓക്കെ, അമേരിക്കയിലെ അസോസിയേറ്റ് അറ്റോർണി ജനറൽ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ ആരാണ്? ഓക്കെ, ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? വനിത ഗുപ്ത. ഓക്കെ, വനിത ഗുപ്തയാണ് ഈ ഒരു അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ഒറിജിൻ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വനിത ഗുപ്ത എന്ന പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അസോസിയേറ്റ് അറ്റോർണി ജനറൽ ഓഫ് അമേരിക്കയാണ് വനിത ഗുപ്ത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കേരള ഗവൺമെന്റ് ഈ അടുത്ത് ആരെയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്? അല്ലെങ്കിൽ ആ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് കേരള സർക്കാർ ആരെയാണ് പരിഗണിച്ചത്? ഓക്കെ, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്ന ആരാണ്? വിശ്വാസ് മെഹ്തയാണ്. വിശ്വാസ് മെഹ്തയാണ് നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരളയായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് വിശ്വാസ് മെഹ്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വിശ്വാസ് മെഹ്ത എന്ന പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. വിശ്വാസ് മെഹ്ത ആരായിരുന്നു? നമ്മുടെ ഫോർമർ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഓക്കെ, ഫോർമർ ചീഫ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് വിശ്വാസ് മെഹ്ത എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ഒരു റോൾ എന്താണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് കേരള എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലേക്കാണ് ഗവൺമെന്റ് പരിഗണിച്ചിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു വിശ്വാസ് മെഹ്ത എന്ന് പറയുന്നത് നമ്മുടെ ഫോർമർ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരാണ് നമ്മുടെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കേരളത്തിന്റെ 47ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? VP ജോയിയാണ്. VP ജോയിയാണ് കേരളത്തിന്റെ 47ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഓക്കെ, അടുത്ത ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തേക്ക് കേരള ഗവൺമെന്റ് ആരെയാണ് നോമിനേറ്റ് ചെയ്തത്? ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് A ഷാജഹാനാണ്. ഓക്കെ, അപ്പോൾ A ഷാജഹാനെയാണ് നമ്മൾ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് കേരള ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തത്. ഓക്കെ, A ഷാജഹാൻ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട്. ഓക്കെ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറായിട്ട്. ഓക്കെ, അതുപോലെ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ്. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ് ആണ് ചീഫ് ഓഫ് സദേൺ എയർ കമാൻഡ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം എയർഫോഴ്സിന് പല മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സദേൺ എയർ കമാൻഡിന്റെ ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. ഓക്കെ, എയർ മാർഷൽ മാനവേന്ദ്ര സിംഗ്. അതുപോലെ കേരള ഗവൺമെന്റിന്റെ പാർലമെന്ററി അഫയേഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഇവിടെ കേരള ഗവൺമെന്റ് എന്ന് പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിൽ കേരള ഗവൺമെന്റിന്റെ പാർലമെന്ററി അഫയേഴ്സ്, ഓക്കെ, കേരള ഗവൺമെന്റിന്റെ പാർലമെന്ററി അഫയേഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രാജു നാരായണസ്വാമി IAS. ഓക്കെ, കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കുറേ നാൾ സർവീസിൽ നിന്നൊക്കെ വിട്ടുനിന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, വാട്ട് എവർ,
നമ്മുടെ പാർലമെന്ററി അഫയേഴ്സിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് രാജു നാരായണസ്വാമി IAS ആണ്. ഓക്കെ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പാർലമെന്ററി അഫയേഴ്സ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? തപൻ റായ്ഗുരു എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് തപൻ റായ്ഗുരു. തപൻ റായ്ഗുരു എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തപൻ റായ്ഗുരു ആരാണ്? കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അല്ലെങ്കിൽ ACCയുടെ ചെയർമാനായിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലാണ്. ഓക്കെ, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് ഈ അടുത്ത് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ജയ്ഷ. ഓക്കെ, ജയ്ഷ ആരാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ് ജയ്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കറന്റ് BCCIയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ACC അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജയ്ഷയാണ്. ഓക്കെ, അടുത്ത ഒരു അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണ് നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഏത് വ്യക്തിയാണ് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പുതിയ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ പേരാണ് RS ശർമ്മ. RS ശർമ്മയാണ് ആയുഷ്മാൻ ഭാരത് പ്രോഗ്രാമിന്റെ പുതിയ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആരാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ്. നാഷണൽ ഹെൽത്ത് അതോറിറ്റിയാണ് അദ്ദേഹത്തെ ഈ ഒരു CEO സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് RS ശർമ്മ. ഓക്കെ, അതുപോലെ അമേരിക്കയുടെ പുതിയ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? നമുക്കറിയാം US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ അമേരിക്കയിലെ സുപ്രധാനമായ ഒരു പദവിയാണ്. നമുക്കറിയാം ഹിലാരി ക്ലിന്റനെ പോലെയുള്ള ആളുകളൊക്കെ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദവിയിൽ ഇരുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ആന്റണി ബ്ലിങ്കൻ. ഓക്കെ, ആന്റണി ബ്ലിങ്കൻ ആണ് അമേരിക്ക അല്ലെങ്കിൽ USAയുടെ പുതിയ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സിറിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഏത് രാജ്യമാണ്? സിറിയ. ഓക്കെ, സിറിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡർ ആണ്. സിറിയയിലേക്കുള്ള ഇന്ത്യൻ അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മഹേന്ദ്ര സിംഗ് കന്യാൽ എന്ന് പറയുന്നത്. ഓക്കെ, മഹേന്ദ്ര സിംഗ് കന്യാൽ ആരാണ്? അംബാസഡർ ആണ്. ഏത് രാജ്യത്തേക്കുള്ള അംബാസഡർ ആണ്? സിറിയ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ അംബാസഡറാണ് മഹേന്ദ്ര സിംഗ് കന്യാൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണ് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? ഓക്കെ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ആരാണ്? ഏത് വ്യക്തിയാണ് റീസെന്റ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്? അദ്ദേഹത്തിന്റെ പേരാണ് മാരിയോ ദ്രാഗി എന്ന് പറയുന്നത്. മാരിയോ ദ്രാഗിയാണ് പുതിയ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മാരിയോ ദ്രാഗി ഏത് രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്? ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രാജ്യസഭയെ സംബന്ധിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ പാർലമെന്റ് എന്ന് പറയുന്നത് 2 വിഭാഗങ്ങളാണ്, ലോക്സഭയും രാജ്യസഭയും. ഓക്കെ, അപ്പോൾ ഈ രാജ്യസഭയിൽ നമുക്കറിയാം 2 പാർട്ടികൾ ഉണ്ടാവും. ഒരു റൂളിംഗ് പാർട്ടി ഉണ്ടാവും, ഒരു പ്രതിപക്ഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ലീഡറായിട്ട് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ നേതാവായിട്ട് ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. ഓക്കെ, മല്ലികാർജുൻ ഖാർഗെ നമുക്കറിയാം കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായിട്ടാണ് മല്ലികാർജുൻ ഖാർഗെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു കറണ്ട് അഫയർ എന്ന് പറയുന്നത് ഏത് ഇന്ത്യൻ ബോക്സറെയാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് ഏത് ഇന്ത്യൻ ബോക്സറെയാണ് അപ്പോയിന്റ് ചെയ്തത്? ഓക്കെ, അങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് മേരി കോം ആണ്. ഓക്കെ, മേരി കോമിനെയാണ് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അല്ലെങ്കിൽ CBDTയുടെ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാണ് റീസെന്റ്? ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എന്ന് പറയുന്നത് പ്രമോദ് ചന്ദ്ര മോഡിയാണ് അല്ലെങ്കിൽ PC മോഡി.
ഓക്കെ, പ്രമോദ് ചന്ദ്ര മോഡിയാണ് റീസെൻ്റ്ലി CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രമോദ് ചന്ദ്ര മോഡി എന്തിൻ്റെ ചെയർമാനാണ്? CBDT എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഓക്കെ, അതിൻ്റെ ചെയർമാനായിട്ട് പ്രമോദ് ചന്ദ്ര മോഡിയെ റീസെൻ്റ്ലി ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. അടുത്തെന്ന് പറയുന്നത് നമുക്ക് ജോർജിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റി അറിയാം. ഈ ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഓക്കെ, ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ഇറാക്ലി കാരിഷ്ബാലി. ഓക്കെ, ഇറാക്ലി കാരിഷ്ബാലിയാണ് ഈ ഒരു ജോർജിയയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റീസെൻ്റ്ലി അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറാക്ലി ഗാരിബാഷ്വിലി ആരാണ്? ജോർജിയയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ജോർജിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. ശരി, അതുപോലെ ആരാണ് ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി അല്ലേ? ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ആരാണ്? അദ്ദേഹത്തിൻ്റെ പേരാണ് തരുൺ ബജാജ് എന്നാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര്. ഇന്ത്യയുടെ പുതിയ റവന്യൂ സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഈ തരുൺ ബജാജ് എന്ന് പറയുന്ന വ്യക്തി ഇതിനു മുമ്പ് ആരായിരുന്നു? അദ്ദേഹം എക്കണോമിക്സ് അഫയേഴ്സ് സെക്രട്ടറി, ഫോർമർ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇനി പുതിയ എക്കണോമിക്സ് അഫയേഴ്സിൻ്റെ സെക്രട്ടറി ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ പേര് അജയ് സേത്ത് എന്നാണ്. ഓക്കെ, അപ്പോൾ തരുൺ ബജാജ് എന്ന് പറയുന്നത് നേരത്തെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ആരായിരിക്കും പുതിയ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി? അദ്ദേഹത്തിൻ്റെ പേരാണ് അജയ് സേത്ത്. ഇപ്പോൾ രണ്ട് ഫാക്ട്സ് ആണ് ഇതിലുള്ളത്. ഒന്ന്, തരുൺ ബജാജിനെ പുതിയ റവന്യൂ സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഫോർമർ എക്കണോമിക് അഫയേഴ്സിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തിയുടെ പേരാണ് അജയ് സേത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നമുക്കറിയാം അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഏത് വ്യക്തിയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ആരാണ്? PT ഉഷ. PT ഉഷയാണ് ഈ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഓക്കെ, PT ഉഷ. ഇനി ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റിസ് NV രമണ. അദ്ദേഹം ആരാണ്? ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് NV രമണ എന്ന് പറയുന്നത്. അദ്ദേഹം ആരെയാണ് സക്സീഡ് ചെയ്തിരിക്കുന്നത്? ജസ്റ്റിസ് SA ബോബ്ഡെ. SA ബോബ്ഡെ ആയിരുന്നു നമ്മുടെ 47ാമത് അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സക്സീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജസ്റ്റിസ് NV രമണയാണ് ഇന്ത്യയുടെ 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കുക, ജസ്റ്റിസ് NV രമണ. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമുക്കറിയാം നാസ എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. ഈ നാസയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഓക്കെ, നാസയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ബിൽ നെൽസനെയാണ്. ഓക്കെ, ബിൽ നെൽസൺ ആണ് നാസയുടെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ബിൽ നെൽസൺ. അപ്പോൾ ബിൽ നെൽസൺ ഏത് സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് റീസെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? നാസ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് ബിൽ നെൽസനെ റീസെന്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഏത് വ്യക്തിയാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ IOC, ഈ IOCയുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് തോമസ് ബെക്ക്. ഓക്കെ, തോമസ് ബെക്കിനെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ IOC അവരുടെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരാണ് തോമസ് ബെക്ക്. ഇനി കേരള IT പാർക്ക്. കേരള IT പാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ CEO ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ M തോമസ്. ജോൺ M തോമസ് ആരാണ്? കേരള IT പാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഇനിഷ്യേറ്റീവിന്റെ പുതിയ CEO ആയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ജോൺ M തോമസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോൺ M തോമസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കേരള IT പാർക്ക്. കേരള IT പാർക്കിന്റെ പുതിയ CEO ആണ് ജോൺ M തോമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ NSGയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് MA ഗണപതി. ഓക്കെ, MA ഗണപതിയാണ് പുതിയ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, MA ഗണപതി. ഇനി നമുക്ക് ടാൻസാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ പറ്റി അറിയാം അല്ലെ? അപ്പോൾ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്?
ഓക്കെ. അപ്പോൾ ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് ആണ് സാമിയ സുലുഹു എന്ന് പറയുന്നത്. ഓക്കെ, സാമിയ സുലുഹു. ഏത് രാജ്യമാണ്? ടാൻസാനിയ. ഓക്കെ, ഒരു ആഫ്രിക്കൻ രാജ്യമാണ് നമുക്കറിയാം. അപ്പോൾ ടാൻസാനിയയുടെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആണ് സാമിയ സുലുഹു എന്ന് പറയുന്നത്. ആൻഡ് പഴയ പ്രസിഡന്റിന്റെ പേര് എന്തായിരുന്നു? പ്രസിഡന്റ് ജോൺ മഗുഫിലി. ഓക്കെ, പ്രസിഡന്റ് ജോൺ മഗുഫിലി അദ്ദേഹത്തിൻ്റെ മരണത്തോടെയാണ് ഈ സാമിയ സുലുഹുവിനെ ടാൻസാനിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എനിവേ, സാമിയ സുലുഹു എന്ന് പറയുന്നത് ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തെ ആദ്യത്തെ വുമൺ പ്രസിഡന്റാണ്. ഓക്കെ, അപ്പോൾ സാമിയ സുലുഹു എന്നുള്ള പേര് നിങ്ങൾ ഓർത്തിരിക്കുക. ഏത് രാജ്യമാണെന്നും കൂടെ, ഓഫ് കോഴ്സ് ഏത് രാജ്യമാണെന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ടാൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് സാമിയ സുലുഹു എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് MA ഗണപതി അപ്പോയിന്റ് ചെയ്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നമുക്കറിയാവുന്നൊരു സേനാ വിഭാഗമാണ് CRPF എന്ന് പറയുന്നത്. അപ്പോൾ CRPFിന്റെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? കുൽദീപ് സിംഗിനെയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, എന്താണ് CRPF? ഓക്കെ, CRPFിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? കുൽദീപ് സിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നേരത്തെ നമ്മൾ NSG കണ്ടു, ഇപ്പോൾ നമ്മൾ CRPF കണ്ടു. രണ്ടും ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് പുതിയ ആളുകളെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ NSGയിൽ നമ്മൾ കണ്ടത് ആരാണ്? MA ഗണപതിയാണ് ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. CRPFിൽ ആരാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? കുൽദീപ് സിംഗ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ അത് തമ്മിൽ മാറിപ്പോകരുത്. CRPFിന്റെ പുതിയ ഡയറക്ടറുടെ പേരാണ് കുൽദീപ് സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കറണ്ട് അഫയർ എന്ന് പറയുന്നത് നമുക്കറിയാം സിഡ്ബി. സിഡ്ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ നാട്ടിലെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനൊക്കെ ധനസഹായം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിഡ്ബിയുടെ പുതിയ ചെയർമാനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ചെയർമാൻ ഓഫ് സിഡ്ബി ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആരാണ്? S. രമൺ ആണ് പുതിയ സിഡ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഡ്ബി എന്ന് ഞാൻ പറഞ്ഞു സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മൾ സിഡ്ബി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അതിൻ്റെ പുതിയ ചെയർമാനാണ് S. രാമൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആക്ച്വലി സംസാരിച്ചതാണ്. നമ്മൾ തരുൺ ബജാജിന്റെ ആ ഒരു അപ്പോയിന്റ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അജയ് സേത്തിന്റെ ഈ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ബിക്കോസ് തരുൺ ബജാജ് ആരായിരുന്നു? നേരത്തെ എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ കൂടുതൽ നമ്മൾ ഇപ്പോഴത്തെ എക്കണോമിക്സ് അഫയേഴ്സ് സെക്രട്ടറി ആരായിരുന്നു കൂടി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്കണോമിക്സ് അഫയേഴ്സ് സെക്രട്ടറി എന്ന് പറയുന്നത്? അജയ് സേത്താണ്. ഓക്കെ, അജയ് സേത്താണ് നമ്മുടെ എക്കണോമിക്സ് അഫയേഴ്സിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പേരുകളും മാറിപ്പോകരുത്. തരുൺ ബജാജ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ സെക്രട്ടറിയാണ്, പുതിയ റവന്യൂ സെക്രട്ടറിയാണ്. അജയ് സേത്ത് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ എക്കണോമിക്സ് അഫയേഴ്സിന്റെ സെക്രട്ടറിയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിക്കറ്റ് ബോഡിയാണ് BCCI എന്ന് പറയുന്നത്. അപ്പോൾ BCCIയുടെ ആന്റി കറപ്ഷൻ യൂണിറ്റിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? BCCIയുടെ ആന്റി കറപ്ഷൻ യൂണിറ്റിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഷാബിർ ഹുസൈൻ ഷെയ്ഖാദം ഖാൻദ്വാല. ഓക്കെ, ഷാബിർ ഹുസൈൻ ഷെയ്ഖാദം ഖാൻദ്വാലയാണ് എന്തിൻ്റെ? BCCIയുടെ. ഓക്കെ, BCCIയുടെ ആന്റി കറപ്ഷൻ യൂണിറ്റിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഷാബിർ ഹുസൈൻ ഷെയ്ഖാദം ഖാൻദ്വാലയാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. ഓക്കെ, ഈ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരാണ് ന്യൂയൻ ജുവാൻ ഫൂക്ക് ആണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ പേരെന്താണ്? നാം ജുവാൻ ചിൻ ആണ് ഈ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു സെഷന്റെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കറണ്ട് അഫയറിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യം. ഓക്കെ, ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? ഓക്കെ, അപ്പോൾ വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരാണ് ന്യൂയൻ ജുവാൻ ഫൂക്ക് എന്നാണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര്. ഓക്കെ, ഇനി വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേരെന്താണ്? നാം ജുവാൻ ചിൻ ആണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോസ് ആയിട്ട് ഇതിന് പുറകെ ഉണ്ടാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ബിഫോർ നമ്മുടെ ഈ ഒരു പ്രിലിംസ് എക്സാം സംഭവിക്കുന്നതിന് മുമ്പ്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.